രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പിന്നീടായിരിക്കും ഉണ്ടാകുക. മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. രാഹുൽ കോൺഗ്രസിലെ പുതിയൊരു പെൺകുട്ടിയും കൂടെ രാഹുലിനെതിരെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞു വിട്ടാണെന്ന് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നേ? രാഹുലിന്റെ കൂടാണോ അതോ വി ഡി സതീശന്റെ കൂടാണോ? പിന്നെ മുകേഷിന്റെ ഇഞ്ച് കുറവാ, രാഹുലിന്റെ ഇച്ചിരി കൂടുതലുവാ. അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചി ഒരു കാര്യം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ് സംസാരിക്കുന്നേ. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ അതിതീവ്രത പീഡനം, മുകേഷിന്റെ തീവ്രത കുറഞ്ഞത്. ഇതിനൊക്കെ കൂടിയും കുറവൊക്കെ ഉണ്ടോ ഈശ്വര? മുകേഷിന്റെ എന്താ കുറഞ്ഞതാണോ അതോ രാഹുലിന്റെ കൂടിയതാണോ? എന്തൊക്കെയായി പറയുന്നേ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേച്ചിയുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ആദ്യം ഒരു വീഡിയോ വെച്ച് തരാം. എന്നിട്ട് നമുക്കിപ്പം കോൺഗ്രസിലെ ഒരു ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. ആ ചേച്ചിയുടെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു അടിപൊളി ഒരു കോമഡി വെച്ച് തരാം. ഒന്ന് കണ്ട് രസിക്ക്. ഒരു ചേട്ടന് പൊളിച്ചെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് സാധനം ഉള്ളെങ്കിൽ സംഭവം കൊള്ളാം. മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റേത് അതിതീവ്ര പീഡനം, മുകേഷിന്റേത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചു. ഈ സമയത്ത് തീവ്രതയൊക്കെ അളക്കാൻ പറ്റുമോ? അല്ല, അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചത്. അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അമ്മായി പറയുമ്പം വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല. ചിലപ്പോ മുകേഷിന് പ്രായം കൂടിയതുകൊണ്ടായിരിക്കും തീവ്രത കുറഞ്ഞത്. രാഹുൽ ചെറുപ്പക്കാരനല്ലേ. എന്റെ ദൈവമേ, എന്തൊക്കെയാ കേൾക്കുന്നേ. അപ്പം പീഡനത്തിന് ഈ അളവും തിരിവും ഒക്കെ ഉണ്ടെന്നുള്ള പുതിയ അറിവ് നമുക്ക് ഇപ്പോഴാണ് കാണുന്നത്. തൊട്ടാ പീഡനം എന്ന് പറഞ്ഞ കാലമാണ്. അന്നേരം LDF സർക്കാരും ഈ പറയുന്ന കൂട്ട് അവർ MLA-മാർക്കൊക്കെ എന്തോ ആവാം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ സംസാരവും കാര്യങ്ങളും ഒക്കെ. ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെളുപ്പിക്കുക, നിനക്കൊക്കെ നാണവും മാനവും ഒന്നും ഇല്ലേ? അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോൺഗ്രസിലെ ഒരു ചേച്ചി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ചേച്ചി വി ഡി സതീശന്റെ അടുത്ത ആളാണ്. അറിയാലോ, രാഹുലിനെതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന വി ഡി സതീശൻ. ഈ പുറത്താക്കുകയും ചെയ്യിച്ച പുള്ളിക്കാരനാണ്. അപ്പോൾ ഈ സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചേച്ചിയെ ഇനി ഞാൻ പരിചയപ്പെടുത്തി തരാം. MA ഷഹനാസ് എന്ന് പറയുന്ന ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൽ ചേച്ചിയുടെ പ്രസംഗമൊക്കെ കേട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവൾമാരൊക്കെ നന്നാവൂ. പുള്ളിക്കാരിക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചെന്നാ പറയുകയൊക്കെ ചെയ്ത്. ഇത്ര നാൾ എവിടെ ആയിരുന്നു? സതീശൻ മാവൻ ഇപ്പോഴാണോ പറഞ്ഞു വിട്ടത്? ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ അത് നിങ്ങൾക്കറിയാലോ. ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഇക്കാലം അത്രയും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വ്യാജ വോട്ടിന്റെ പ്രശ്നം ഇത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ BJP-കാരോ കൊടുത്ത പരാതിയല്ല, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വന്ന പരാതിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന് അത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ട് കോൺഗ്രസിന്റെ. അനിഷേധിന ഒരു നേതാവാണ്. കോൺഗ്രസിന്റെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പഠനമാക്കാനുള്ള ഒരു വ്യക്തിയാണ്. ഷാഫി പറമ്പിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മഹാനായ ശിഷ്യനാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JS അഖിലായിരുന്നു. പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ആരെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന്റെ പേരിലാണ് വെച്ചത് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അതിപ്പോഴും ഞാനൊരു കോൺഗ്രസ്സുകാരി ആയതുകൊണ്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോൾ പല ആളുകളും പല തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കാറുണ്ട്. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ എന്ന പോലെ ഒരു സൗഹൃദം മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് എന്ന്. അത് പറയേണ്ടത് ഷാഫി പറമ്പിലാണ്. അദ്ദേഹം ഇവിടുത്തെ MP ആണ്, അദ്ദേഹം ഒരു MLA ആണ്. നിയമസഭയിൽ സ്ത്രീകൾക്ക് വേണ്ടി വ്യക്തമായി ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയണം, സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ പ്രസംഗത്തിൽ മാത്രമാണ് അദ്ദേഹം ഒതുങ്ങുന്നത്, അതല്ല സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും കാലത്ത് യൂത്ത് കോൺഗ്രസിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്? ഏത് പരാതി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്? ഇഷ്ടംപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. രാഹുലിനെതിരെ മാത്രമല്ല, ഔദ്യോഗികമായിട്ട് രാഹുലിനെതിരെ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് യൂത്ത് കോൺഗ്രസിലാണെങ്കിലും SFIയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഉണ്ടാവും. ആ മേഖലയിലേക്ക് നമ്മൾ പരാതി കൊടുക്കുന്നു. ആ പരാതിക്ക് ഒരു നീതി കിട്ടണം, എന്നാലാണ് ഇവിടെ ഒരു സ്ത്രീപക്ഷം വരികയുള്ളൂ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പോലെ ഉള്ള ഇടങ്ങളിൽ പരാതി കൊടുക്കാത്ത സ്ത്രീകളൊന്നുമില്ല. ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റിയിൽ പോലും ഞങ്ങളെ ഒന്നും പ്രവർത്തിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഈ കമ്മിറ്റിയിലെ മറ്റാളുകൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ഒരു അനുമതിയുമില്ല. ഇനി ഒരു സ്ത്രീ പരാതി നൽകുകയാണെങ്കിൽ അവിടെ പിന്നെ നമുക്ക് ഒരു തരത്തിലും അനങ്ങാൻ സാധിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പം നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. ആ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ നിർവചിക്കൂ.
നിങ്ങൾ പറയും. താങ്കൾക്കെതിരെയും ഇപ്പോൾ ഈ പോസ്റ്റുകൾക്കൊക്കെ അടിയിൽ പലതരത്തിലുള്ള ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് എന്നെ പേടിപ്പെടുത്തുന്ന ഒരു സാധനമല്ല. കാരണം ഇതിന്റെ മുമ്പ് തന്നെ ഞാൻ സത്യം പറഞ്ഞ ഒരു ഇരയാണ്. ആ ഇരയായിട്ട് ഞാൻ പരാതിയും കോടതി നിയമവുമായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരുപാട് മുന്നേ തന്നെ ഞാൻ അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. ആ ധൈര്യം എനിക്കുണ്ട്. ഈ ഷാഫി പറമ്പിലിന് കൊടുത്തിരുന്ന പരാതികളിൽ ഈ സെക്ഷൽ ഹാരാസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത്തരം പരാതികളും ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി എറിയുന്ന തിരുവനന്തപുരത്തുള്ള രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ കുറിച്ച് വളരെ മോശമായി പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്ത ഒരു പരാതിയുണ്ട്. അതായത് ഞാൻ ഡോക്ടർ MK മുനീറിന്റെ ഒലിവ് പബ്ലിക്കേഷൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. 3 വർഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്നെയും ആ മഹാനായ മനുഷ്യനെ, എൻ്റെ പിതാവിന് തുല്യമായിട്ട് ഞാൻ കരുതുന്ന ആ മനുഷ്യനെയും മോശമായി പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ് അടക്കമുള്ള ആ പരാതി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിന് മാത്രമല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി സാറിന് കൊടുത്തിട്ടുണ്ട്. സാർ അന്ന് 1 മാസം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സുധാകരൻ. ഇപ്പം ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. ചേച്ചി പറയുന്ന കാര്യങ്ങളും ഈ പറയുന്ന രാഹുൽ മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ വെച്ച് ഇതാക്കുന്നില്ല. മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കും രാഹുൽ മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഇവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഇതിനകത്തൊരു ഫോട്ടോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഇത് ഇവർ തന്നെ ആണോ ഇനി അടികിട്ടി നിൽക്കുന്നത്? അല്ല, ഇത് വേറെ ഏതൊരു പെൺകുട്ടിയുടെ ഞാൻ തോന്നുന്നു. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ VD സതീശൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടെ. കാരണം VD സതീശനെ വിട്ട് ചേച്ചി കളിക്കാറില്ല. ഇപ്പോൾ ഇത് VD സതീശൻ തന്നെ ഇറക്കി വിട്ടത്. കാരണം ഇത്രയും നാൾ ഇറങ്ങാത്ത ഇവളൊക്കെ ഇപ്പോൾ ഇറങ്ങണമെങ്കിലേ. കാരണം VD സതീശൻ്റെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പോസ്റ്റും കാര്യങ്ങളും ഞങ്ങളൊരു പാർട്ടി നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാണെന്നൊക്കെ വലിയ ഓരോ പ്രസംഗവും ഡയലോഗിയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ തന്നെ നടത്തുകയൊക്കെ ചെയ്തത്. കാരണം പാർട്ടിയുടെ നിലപാട് സ്ട്രോങ് ആക്കുക എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ എന്ത് ചെയ്യാനാണ്, ജനങ്ങൾ രാഹുലിനെ വിട്ട് കളിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ പറയുന്ന VD സതീശന് സപ്പോർട്ടായിട്ടാണ് ഈ പെണ്ണിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പെണ്ണുങ്ങളെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവരണ്ട, കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുതരും. അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ. ഇതിപ്പോൾ A ഗ്രൂപ്പ് നീക്കി ഇങ്ങനെ പോയാൽ പിന്നെയും ഭരണം കണ്ടവന്മാരൊക്കെ കൊണ്ടുപോകാനാണ് ചാൻസ് കൂടുതൽ. പാർട്ടി സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഈശ്വര? എൻ്റെ ദൈവമേ, ഇനിയും ഓരോ പെൺകുട്ടികൾ വരും. എനിക്കറിയാൻ പറ്റില്ല എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിലാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവരുടെ പാർട്ടിക്കാരെ അവർ സേഫ് ആക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ മുകേഷൊക്കെ തീവ്രത കുറഞ്ഞ പീഡനമെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ നടയത്. ഓക്കെ, രാഹുൽ ഈശ്വർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്ട് ഇന്ന് ഉച്ചക്കത്തെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അതൊരു കോമഡി പീസായി പോകുമെന്ന് എൻ്റെ ഒരു പേടി. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. നാളെ വൈകിട്ട് 5 മണിവരെ രാഹുൽ ഈശ്വറിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ആരോഗ്യം വഷളായതിനെ തുടർന്ന് രാഹുലിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്നത് കള്ളക്കേസാണെന്ന് അഭിഭാഷകൻ അലക്സ് K. ജോൺ പറയുന്നു. വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഒരാളെ സമൂഹ മധ്യത്തിൽ അവമാനിക്കുന്നതാണ് സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് 2 പേരും ഇതിനകത്ത് തെറ്റുകാരാണ്. അതിജീവിത എന്ന് പറയുന്ന അദ്ദേഹത്തെ അതിജീവിത എന്ന് പറയാൻ ഉള്ള അവകാശമില്ല. കാര്യം അതിജീവിതയല്ല, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിനകത്ത് പല കള്ളങ്ങളും പറയുന്നു. അത് അതിജീവിത പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വിവരത്തിനനുസരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുന്നു. അത് ആരെ അവമാനിക്കാത്ത രീതിയിൽ തന്നെയാണ്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ഓക്കെ, പുള്ളിക്കാരൻ സമരവും കാര്യങ്ങളൊക്കെയാണ് 48 മണിക്കൂറായി ഫുഡൊക്കെ കഴിച്ചിട്ടെന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ പറയാൻ വന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു, ഫോട്ടോ വെച്ചു എന്നാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം വെച്ചിട്ടില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യത്തില്ല. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പം ഞാൻ അറിയാൻ കഴിയേണ്ടതെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് നടക്കട്ടെ, ബാക്കി എന്ത് കുറ്റങ്ങൾ ചുമത്തി അയാളെ തലയെ വെച്ച് കൊടുക്കാം എന്നുള്ളത് പിന്നീടാട്ടെ എന്നുള്ള രീതിയില്ല. ഒരാഴ്ച എങ്ങനെയെങ്കിലും അയാളെ എവിടെയെങ്കിലും പിടിച്ചിടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർ നോക്കിയത്. കാരണം എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത് വേറെ ആരും വരത്തില്ല. പക്ഷെ തോന്നലാണ് ഇപ്പം അത്യാവശ്യം വേറെ ആരും സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് വേറെ കാര്യം. ഇതിന് ബാക്കി കൂടെ കേൾക്കാം. ഹരി, 2 ദിവസം ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് വെള്ളം പോലും കുടിക്കാഞ്ഞിട്ടും ഒരു എനർജിക്ക് ഒരു കുറവുമില്ല. മാധ്യമങ്ങൾ തെറ്റായി ഞാൻ വെള്ളം കുടിച്ചു എന്ന വാർത്ത കൊടുത്തുവെന്ന് നിങ്ങളോട് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ.
അതെ, ഇടയ്ക്ക് ഈ ആശുപത്രിയിൽ, ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് രാഹുൽ അകത്തേക്ക് കയറി പോകുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും നിരാഹാരത്തിലാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ. ഇന്ന് രാവിലെയും ഫോർട്ട് ആശുപത്രിയിലേക്ക് രാഹുൽ ഈശ്വറിനെ കൊണ്ടുവന്നിരുന്നു. ഷുഗർ ലെവൽ താന്നതുകൊണ്ട് തന്നെ, പഞ്ചസാരയുടെ അളവ് താന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇവിടെ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് കോടതിയിലേക്ക് കൊണ്ടുപോയത്. കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയായിരിക്കും രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. പക്ഷെ അതിനിടയിൽ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വറിനെ വിട്ടിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വർ തുടരുകയും ചെയ്യും. രാഹുൽ ഈശ്വറിനോട് പോലീസിന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. ഒപ്പം തന്നെ എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാനുണ്ടെങ്കിൽ അതും. ഇപ്പൊ രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടം, പിന്നെ ഇപ്പൊ തന്നെ ഒരുത്തിയും രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. നാളെ വരെ അത് കൂടും. പിന്നെ ശബരിമല വിഷയം അത് ശരിക്കും അങ്ങ് മുങ്ങിപ്പോയിട്ടുണ്ട്. 9-ാം തീയതി ഒക്കെ ആകുമ്പോൾ ഇലക്ഷന്റെ കാര്യങ്ങളായിട്ട് പോകും. 11-ാം തീയതി ഇലക്ഷൻ അറിയാലോ. ആലപ്പുഴയിലൊക്കെ 9-ാം തീയതി ഇലക്ഷൻ, വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 11-ാം തീയതി ഇലക്ഷൻ. അങ്ങനെ നൈസായിട്ട് ശബരിമല വിഷയമൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ജനങ്ങൾ മനസ്സിലാക്കുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാനിപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പരസ്പര സമ്മതത്തോടെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരാണിൻ്റെ തലയിലോട്ട് ഇടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ഈ പീഡനം എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ കടത്തിയിട്ട് അമ്മാതിരി തോന്നിയ ദിവസമൊക്കെ കാണുകയാണെങ്കിൽ രാഹുലല്ല, ഇത് മാങ്കൂട്ടമാണെങ്കിലും അങ്ങ് എത്തിക്കളഞ്ഞേക്കണം. അത് വേറെ കാര്യം. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ലവ് യു ഓൾ.